എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം വിന്നറായതിൻ്റെ സന്തോഷം മറച്ചു വയ്ക്കാതെ നയന നല്ലൊരു പ്രസംഗം നടത്തുന്നുണ്ട്. പിന്നെ നയന എടുത്തു പറയുന്നുണ്ട്, എന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചത്, എനിക്കെല്ലാ പിന്തുണയും തന്ന എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഭർത്താവാണ്. അതുകൊണ്ട് ഈ വിജയം എൻ്റെ ആദർശേട്ടനൂടെ അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിൽ വീട്ടിൽ ഭയങ്കര ധൃതി, നയനെ ഒന്ന് വിളിച്ച് ഒന്ന് സംസാരിക്കാഞ്ഞിട്ട്. അതുകൊണ്ട് നയനയുടെ ഫോണിലോട്ട് വിളിക്കുവാണ്. അന്നേരം ഈ ഫോണ് അനിയുടെ കയ്യിലായിരിക്കുന്നത്. അനി കോൾ എടുത്ത് നോക്കുമ്പോൾ മുത്തശ്ശൻ എന്ന് കാണുമ്പോൾ മുത്തശ്ശനോ, ഇനിയിപ്പം ഏട്ടത്തിയോടുള്ള പിണക്കമൊക്കെ മുത്തശ്ശൻ്റെ മാറിയോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അനി. പക്ഷെ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഫോൺ എടുക്കാതെ വരുന്നെങ്കിൽ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയും, ഇനിയിപ്പം അവിടെ എന്തെങ്കിലും തിരക്കായതുകൊണ്ടായിരിക്കും മോള് ഫോൺ എടുക്കാതെ, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ടെന്ന് കാണുമ്പോൾ മോള് തിരിച്ച് വിളിച്ചോളും എന്ന് പറയുമ്പോൾ മുത്തശ്ശി വയ്ക്കും, വേണോ, ഞാനിനി വേണേ വിളിച്ചു നോക്കാമെന്ന്. അന്നേരം വേണ്ട, മോൾ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ പറയുക, ഇനിയിപ്പം നമ്മൾ ജയിച്ചില്ലേ, നയനമോളെ ആദർശിനെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചാലോ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, അങ്ങനെ തിരിച്ച് വിളിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഇനി എൻ ജ്വല്ലറിക്ക് നമ്മുടെ മുന്നിലേക്ക് കയറി വരാനുള്ള ഒരു അവസരവും ഇല്ല. അവർ നമ്മുടെ പിന്നിൽ തന്നെയായിരിക്കും. പക്ഷേ എൻ ജ്വല്ലറിയെ നയിക്കുന്നത് ആരാണ്, നമ്മുടെ മുഖ്യ ശത്രു ആരാണ് എന്ന് ആദർശ് കണ്ടെത്തണം. അവൻ അതിൻ്റെ അടുത്ത് വരെ എത്തി. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞ് ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മിക്കവാറും ആ നാഗേന്ദ്രനായിരിക്കും ഇതെല്ലാം ഒപ്പിച്ചു വെച്ചേക്കുന്നത്. അവൻ്റെ പേരിലുള്ള നാഗം പോലെ തന്നെയാണല്ലോ അവൻ്റെ സ്വഭാവം എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ്റെ അതേ സ്വഭാവമാണ് അവൻ്റെ മകനും. അവൻ ഇതിനു മുമ്പ് നമ്മുടെ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ നമുക്കറിയാലോ. അന്നത്തെ സമയത്ത് എനിക്ക് അവനെ പറ്റി നന്നായിട്ട് അന്വേഷിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ജലജയായിട്ടുള്ള വിവാഹം നടത്തിയത്. പിന്നെ അവളുടെ സ്വഭാവത്തിന് ചേരുന്ന ഒരുത്തനെ തന്നെ അവൾക്ക് കിട്ടി എന്നോർത്ത് നമുക്ക് ആശ്വസിക്കാം. അതാണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നു. ഈ സമയം ആദർശം ഭയങ്കര സന്തോഷത്തിലാണ്. അതുപോലെ നന്ദു ആണെങ്കിൽ റിസൾട്ട് അറിഞ്ഞതുകൊണ്ട് ആ സന്തോഷം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ലീവ് എടുത്ത് ആദർശൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. വീട്ടിലാണെങ്കിൽ എലിസബത്ത് ചേച്ചി പായസമൊക്കെ ഉണ്ടാക്കി, അതുകൊണ്ട് നന്ദു ആദർശന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ടേ ആദർശേട്ട എന്ന് ചോദിക്കുമ്പം, സെലിബ്രേറ്റ് ചെയ്യണം, പക്ഷേ അതെങ്ങനെയാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിപ്പം ആർക്കൊക്കെയാണ് ചിലവ് കൊടുക്കേണ്ടതെന്ന് നീ ഒന്ന് പറഞ്ഞേ എന്നിങ്ങനെ പറയും. അന്നേരം നന്ദു, വേറെ ആർക്കാ, ഏട്ടത്തിക്കും അനിക്കും എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അതെ, അനിയുള്ളതാണ് പ്രശ്നം. നിങ്ങൾ രണ്ടുപേരൂടെ ഒരുമിച്ചുള്ളപ്പം ചിലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല. അത് വേറെ പല പ്രശ്നങ്ങൾക്കും ഇടയാക്കും. എനിക്ക് എൻ്റെ അനിയനെ ഭയങ്കര വിശ്വാസമാണ്. അതുപോലെ എനിക്ക് നിന്നെയും വിശ്വാസമാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരോട് ചേരുമ്പം അതത്ര ശരിയാകില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ആദർശ് എന്നും പറയുന്ന ആ ഡയലോഗൊക്കെ തന്നെ ഒന്നുകൂടെ പറയുന്നുണ്ട്. അനി ആ സ്ഥാനത്ത് ചെന്നതിന് ശേഷം കമ്പനിക്ക് നല്ല ഉയർച്ചയാണ്. ഇനി അവൻ തന്നെ അജയ്യനായിട്ട് MD സ്ഥാനം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അത് അനിയുടെ കഴിവുകൊണ്ട് മാത്രമല്ലല്ലോ ഇങ്ങനെ വിജയങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ പിന്നിൽ ആദർശേട്ടനും നയനേടത്തെയും ഉള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് വരേണ്ട ഏറ്റവും യോഗ്യനായ ആൾ ആദർശേട്ടൻ തന്നെയാണ് എന്നൊക്കെ നന്ദു പറയുന്നു. അന്നേരം ആദർശ് പറയും, അതിൻ്റെ ആവശ്യമില്ല, അവനെ സഹായിച്ചു കൂടെ നിൽക്കാനാണ് എനിക്ക് താല്പര്യമെന്ന്. അതുപോലെ വീണ്ടും നയനെ കാണിക്കുന്നുണ്ട്. നയന എല്ലാവർക്കും വേണ്ടി ഒരു കുഞ്ഞു പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നു. അന്നേരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അബിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ. അതുകൊണ്ട് തന്നെ അബിയും ഡേവിഡും അവരെല്ലാവരോടും എഴുന്നേറ്റ് പോവാണ്. അന്നേരം ഇതിനിടയ്ക്ക് നവ്യയെ തിരിഞ്ഞ് മാളവികയെ നോക്കുന്നുണ്ട്. മാളവികയുടെ മുഖത്ത് യാതൊരു സങ്കടവും ഇല്ല. അത് കാണുന്നത് നവ്യ, ഇവളുടെ മുഖത്ത് യാതൊരു സങ്കടവും ഇല്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ സംശയിക്കുന്ന പോലെ എന്തെങ്കിലും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ടോ എന്നൊക്കെ നവ്യ ചിന്തിക്കുന്നുണ്ട്. നവ്യ മാളവികയെ സംശയിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും അവിടെ ഇരുന്ന് ഈ നയനയുടെ പ്രസംഗം മൊത്തം കേൾക്കാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് അവരങ്ങ് എഴുന്നേറ്റ് പോകുന്നു. ഏതായാലും പ്രസംഗം കഴിഞ്ഞ് നയന അനിയുടെ അടുത്ത് വന്നിരുന്ന് കഴിയുമ്പം അനി പറയും, അതെ, ഈ ഫോണിലേക്ക് കുറേ കോള് വന്നായിരുന്നു കേട്ടോ എന്ന്. അന്നേരം അത് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് മുത്തശ്ശൻ എന്ന് കാണുമല്ലോ. അന്നേരം ഞാനിപ്പോൾ വരാം കേട്ടോ അനി എന്ന് പറഞ്ഞാൽ നയന പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് മുത്തശ്ശനെ വിളിക്കാന്തേക്കും ഫോൺ റിങ് ചെയ്യുമ്പോഴേക്കും ഓടി വന്ന് എടുക്കുവാണ് മുത്തശ്ശൻ. എന്നിട്ട് ഞാൻ എല്ലാം ലൈവായിട്ട് കണ്ടു കേട്ടോ മോളെ, ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറയുമ്പം ഇവിടെയും എല്ലാവർക്കും സന്തോഷമായി. പിന്നെ അബിയും ഏട്ടത്തിയും ചേച്ചിയും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ഇവിടെ ഇരുന്ന് ഇത് ഒരുപാട് നേരം കണ്ടുകൊണ്ടിരിക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോയി എന്നൊക്കെ പറയുന്നു. പിന്നെ മുത്തശ്ശൻ നയനമോളെ ഒന്ന് പുകഴ്ത്തുന്നു. നയന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ശരി മുത്തശ്ശ എന്ന് പറഞ്ഞാൽ ഫോൺ വയ്ക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ബാക്കിൽ നിന്ന് അനി കേൾക്കുന്നുണ്ടായിരുന്നു നയന സംസാരിക്കുന്നത്. കാരണം എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നല്ലോ, ഇനി നയനയും മുത്തശ്ശനും തമ്മിൽ ബന്ധമുണ്ടോ എന്ന്. അത് ഏതായാലും എനിക്കങ്ങ് ഉറപ്പാവുകയാണ് ഇതിനിടയ്ക്ക് നിന്ന് നയനയും കളിക്കുന്നുണ്ട് എന്ന്.
പിന്നെയും കാണിക്കുന്നത് ആദർശിനെയും നന്ദുവിനെയാണ്. അവർ വെയിറ്റ് ചെയ്തിരിക്കുവാണ് നയനയും അനിയും കൂടെ വരുന്നത്. ഏതായാലും ഇനി ഒരിക്കലും എൻ ജ്വല്ലറി മൂർത്തീസ് ജ്വല്ലറിയുടെ മുകളിലേക്ക് വരികയില്ല, ആ ഒരു കാര്യം സേഫാക്കി എന്നുള്ള സന്തോഷമൊക്കെ ആദർശ് നന്ദുവിനോട് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതേക്കും അവർ വരുന്നു. ഓടി വന്ന് നന്ദു നയനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ആ ട്രോഫിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അന്നേരം അനിക്ക് നന്ദുവിനെ കണ്ടതിൻ്റെ സന്തോഷം കേട്ടോ അനിയുടെ മുഖത്ത്. ഇവർ സംസാരിക്കുന്നതിനിടയ്ക്ക് അനി നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അത് നയനയ്ക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നുമില്ല. ഏതായാലും ആദർശ് പറയും അനിയോട്, നീ അകത്തേക്ക് കയറി വാ, എലിസബത്ത് ചേച്ചി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കുടിച്ചിട്ട് പോകാം എന്ന്. അന്നേരം അല്ലെങ്കിൽ ഞാൻ ഉടനെ ഒന്നും പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് അനി പറയുമ്പം ആദർശ് പറയും, അങ്ങനെ ഒരുപാട് നേരം നീ ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് കുടിച്ചിട്ട് പൊയ്ക്കോണം എന്ന്. നിന്റെ വീട്ടിലെല്ലാവരും ആയിരിക്കും എന്നും കൂടി പറയുന്നു. ഏതായാലും അവരെ അകത്തേക്ക് കയറി പോവാണ്. പിന്നെ കാണിക്കുന്നത് നാഗേന്ദ്രനെയും അഭിയൊക്കെയാണ്. ഇതിൽ തോറ്റതിൽ ഭയങ്കര വിഷമമുണ്ട് നാഗേന്ദ്രന്. അതുകൊണ്ട് മാളവികയെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയുക. അന്നേരം അഭി മാളവിക ഇതിനെ സൂക്ഷിക്കുന്നു, അവൾ ഇതിൻ്റെ അകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ ഡിസൈൻസൊക്കെ വരച്ച് തരുമല്ലേ ചെയ്തത് എന്ന് ചോദിക്കുമ്പം നാഗേന്ദ്രൻ ചോദിക്കും, മാളവികയുടെ കാര്യം പറയുമ്പോൾ നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്ന്. അന്നേരം ഡേവിഡ് പറയുന്നുണ്ട്, മോന് മാളവികയായിട്ട് ഇത്തിരി ബന്ധം കൂടുതലാണ്, അത്രയും അടുപ്പത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം എനിക്ക് പ്രത്യേകിച്ച് അടുപ്പമൊന്നുമില്ല എന്ന് പറയുവാണ് അഭി. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, പെൺ വിഷയത്തിൽ നീ ഇത്തിരി ആൾ വില്ലനാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അച്ഛ എന്ന് അഭി പറയും. അന്നേരം അങ്ങനെയൊന്നും ഇല്ലെന്നല്ല, നല്ല രീതിയിലുണ്ട് എന്ന് അവന്തിക പറയുന്നുണ്ട്. അന്നേരം നാഗേന്ദ്രൻ അവന്തികയോട് പറയുവാണ്, മോളെ ഇനി നമ്മുടെ തുറുപ്പുചീട്ട് എന്ന് പറയുന്ന അനിയാണ്, അനിയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കാൻ നീ ശ്രമിക്കണം, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അനന്തപുരിയിലും ഓഫീസിലും ഒക്കെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും എന്നൊക്കെ പറയുന്നു. അന്നേരം അവന്തിക പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഇന്നത്തെ തോൽവി എന്നെ ഒരുപാട് വിഷമിപ്പിക്കാത്തത് എന്ന്. അന്നേരം അഭി പറയുവാണ്, ഇന്ന് ഞങ്ങൾ തോക്കാൻ വേണ്ടി നീ പ്രാർത്ഥിച്ച് കാരണം അപ്പുറത്ത് അനിയാണല്ലോ ജയിക്കുന്നത് എന്ന് പറയുക. അന്നേരം അവന്തിക പറയുന്നുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊന്നുമില്ല, കാരണം എനിക്ക് എല്ലാത്തിനേക്കാൾ വലുത് എൻ്റെ അച്ഛനാണ് എന്ന്. ഏതായാലും ഇനി അങ്ങോട്ട് വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാനെന്നും ഇനി നമ്മുടെ കമ്പനിയിൽ ഏതെങ്കിലും ചാരന്മാരുണ്ടോ എന്നറിയാൻ നിരീക്ഷിക്കണമെന്നും പറയുന്നു. പ്രത്യേകിച്ച് മാളവികയും നവ്യയും വരെ ശ്രദ്ധിക്കണം എന്ന് നാഗേന്ദ്രൻ പറയുമ്പം അഭി പറയും, നവ്യനെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾക്കിപ്പോഴും അവളുടെ വീട്ടുകാരോടും ചേച്ചിയോടും ഒക്കെ ദേഷ്യമാണ് എന്ന്. അന്നേരം നാഗേന്ദ്രൻ എടുത്തു പറയുവാണ്, ആ ദേഷ്യമൊക്കെ ഞാൻ അംഗീകരിച്ചു, പക്ഷേ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിൻ്റെ ചതി അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഡേവിഡ് പറയുവാണ്, ഇതിപ്പോൾ സാറ് പറഞ്ഞ് ശ്രദ്ധിക്കുക, എല്ലാവരും ഞങ്ങളൊന്ന് ശ്രദ്ധിക്കാം എന്ന്. പിന്നെ കാണിക്കുന്ന അനിയാണ്. അനി പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ്. അന്നേരം നയനെ അങ്ങോട്ട് വരും. അന്നേരം നയനോട് ചോദിക്കും, നന്ദു ആകത്തില്ലേ, അവളോടൊന്ന് യാത്ര പറഞ്ഞിട്ട് പോകാമായിരുന്നു എന്ന് പറയുമ്പോൾ നന്ദുവിനോട് ഞാൻ യാത്ര പറഞ്ഞോളാം, അനി പൊയ്ക്കോ എന്ന് പറയും. അന്നേരം അനി പിന്നെയും, അല്ല ഞാൻ വന്നപ്പോൾ നന്ദുവിനെ കണ്ടതല്ലേ, പോവാണ് എന്നൊന്നും പറഞ്ഞിട്ട് പോകാമായിരുന്നു എന്ന് പറയുമ്പം ഞാൻ വിളിച്ചേനെ അവളെ, പക്ഷേ അമ്മ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ കാണാനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നാണ്, അതുകൊണ്ട് ഞാൻ അവളെ വിളിക്കുന്നില്ല, അനി പൊയ്ക്കോ എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, ഞാനിവിടെ വന്നിരുന്ന് ഇത്രയും പറഞ്ഞപ്പം ഏട്ടത്തി എന്നെ സംശയിച്ചു, അതുപോലെ വേറെ കുറേ സംശയങ്ങൾ എനിക്കുമുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ ഞാനും കണ്ടെത്തിക്കോളാം എന്ന് പറയുക. അന്നേരം നായന് ചോദിക്കും, എന്ത് സംശയമാണ് എനിക്കുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്, അതിനുള്ള ഉത്തരവും ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ സംശയിച്ച് നോക്കി നിൽക്കുന്ന നയനെയാണ് കാണിക്കുന്നത്. അനി പോയി കഴിയുമ്പം നന്ദു പുറത്തേക്ക് ഇറങ്ങി വരും. അന്നേരം നയന നന്ദുവിനോട് ചോദിക്കുക, നീ വന്നോ, നിനക്കും അവനെ കാണാതിരിക്കാൻ ബുദ്ധിമുട്ടാണോ എന്ന്. അന്നേരം നന്ദു പറയും, അവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്, നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഞാൻ അകത്തുനിന്ന് കേട്ടായിരുന്നു, അതുകൊണ്ട് അവൻ പോയി കഴിഞ്ഞല്ലേ വന്നത്, ഇനിയിപ്പം അവനെ ഞാൻ കണ്ട് ഒന്ന് യാത്ര ചോദിച്ചാൽ തന്നെ ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരുടെ പരസ്പരം കണ്ടാൽ ശരിയാകിയേല എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇതെന്തൊരു കഷ്ടമാണ്, വീട്ടിൽ ഇത് തന്നെയാണ് അവസ്ഥ, ഓഫീസിൽ പോയിട്ടൊന്ന് താമസിച്ചു വന്നാൽ എന്തെങ്കിലും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യേണ്ടി വന്നാലെല്ലാം അമ്മയ്ക്ക് ഈ സംശയമാണ്, ഇതെല്ലാം കൂടെ കാണുമ്പം ദേഷ്യം വരും, ജീവിക്കാൻ പോലും തോന്നുന്നില്ല എന്ന് നന്ദു പറയുമ്പം നയന പറയുവാണ്, ഇപ്പോഴും നിങ്ങൾ തമ്മിൽ ഇഷ്ടമില്ലേ, അങ്ങനെ ഒരു ഇഷ്ടമില്ലെങ്കിൽ അനി എന്തുകൊണ്ടാണ് അവന്തികമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാത്തത് എന്ന്. അന്നേരം നന്ദു പറയും, അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണമെന്നില്ലല്ലോ, അവർ ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ അവന്തികയെ കാണാൻ എനിക്ക് സാധിക്കില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നു. പക്ഷേ നയന അതങ്ങ് വിശ്വസിക്കുന്നില്ല. അനി ഏതായാലും അവിടുന്ന് നേരെ മുത്തശ്ശൻ്റെ അടുത്തോട്ടാണ് വരുന്നത്.
എന്നിട്ട് മുത്തശ്ശനോട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതുപോലെ അവിടെ ഡേവിഡും അഭിയും ഒക്കെ ആകെ വിഷമിച്ചിരുന്ന കാര്യങ്ങളും എല്ലാം പറയും. എന്നിട്ട് മുത്തശ്ശനോട് പറയുവാണ് അവിടെ നയനേടത്തി നല്ലൊരു പ്രസംഗം കാഴ്ചവെച്ചായിരുന്നു. ആ സമയത്ത് നയനേടത്തിയുടെ ഫോണിലേക്ക് കുറേ കോളുകൾ വന്നു. അതിൻ്റെ അകത്ത് മുത്തശ്ശൻ്റെ കോളും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാം അത് കൈ തട്ടി അങ്ങനെ വന്നതായിരിക്കും എന്ന്. അന്നേരം അനു പറയും അത് കൈതട്ടി വന്നതാണെങ്കിൽ ഇങ്ങനെ കുറേ കോൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞപ്പം ഏട്ടത്തി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതും ഒരാളെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതും ഞാൻ കേട്ടു. അത് മുത്തശ്ശനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് അനു പറയുമ്പം മുത്തശ്ശൻ ഇത്തിരി ദേഷ്യത്തോടെ അനിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.